ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പട്ടായയിലുള്ള ക്രൊക്കഡൈൽ പാർക്കിൽ പോയതിൻ്റെ ഒരു വീഡിയോയാണ്. ഇതിപ്പം അവിടെ എൻട്രൻസിൽ തന്നെ ഇങ്ങനെ കുറേ സുവനിയർ ഷോപ്സും കാര്യങ്ങളെല്ലാം ഇതുപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ അതായത് ഈ ഒരു പ്ലേസിൽ വേറൊരു പ്രത്യേകത, മില്യൺ കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സ്റ്റോൺസ് ഇവിടെ കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്ന പീസുകളെല്ലാം ഇത്രയും പഴക്കമുള്ള പീസുകളാണ്. അതുപോലെ അതുപോലെ പഴക്കമുള്ള വുഡിൻ്റെ പീസുകളും പിന്നെ കുറേ ഇതൊക്കെ ശരിക്കും ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ക്രൊക്കഡൈൽസിൻ്റെ ഒരു പാർക്ക് പോലത്തെ ഒരു പ്ലേസാണ്. നമ്മൾ ചെല്ലുമ്പം ഉച്ചയായിരുന്നു സമയം, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ ക്രൊക്കഡൈലും കാര്യങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുമായിരുന്നു. കുറേ എണ്ണം വെള്ളത്തിലുണ്ടായിരുന്നു, കൂടുതലും കരയ്ക്ക് കയറി കിടപ്പണം. ഇത് കണ്ടില്ല, വാ തുറന്നിട്ട് ഇതുങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വാ തുറന്ന് കിടക്കും. അതായത് മെയിനായിട്ട് ഈ ചെറിയ പക്ഷികളൊക്കെ വന്ന് ഇതിൻ്റെ ടീത്തൊക്കെ ക്ലീനാക്കും. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ കിടക്കുന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ ഈ നമ്മളൊരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡിൽ അലിഗേറ്ററാണ് ഉള്ളത്. ഇത് അലിഗേറ്റർ, ഇതിൻ്റെ ചുണ്ട് കണ്ടില്ല, കൂർത്തിരിക്കും, മറ്റേത് കുറച്ച് പരന്നിരിക്കും, അതാണ് വ്യത്യാസം. പിന്നെ അവിടെ തന്നെ നമുക്കിതിന് ഫുഡ് കൊടുക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നേരെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ജിറാഫാണ് ഉള്ളത്. ഇവിടെ ജിറാഫിനും എല്ലാ ആനിമൽസിൻ്റെ സൈഡിലുണ്ടല്ലോ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഫുഡ്, അതായത് ചിലപ്പോൾ പഴമായിരിക്കും, അല്ലാതാണെങ്കിൽ പുല്ലായിരിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് വാങ്ങിയിട്ട് ഇതുങ്ങളെ ഫീഡ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിൽ അവിടെ അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് അവിടെ ഉണ്ടായിരുന്ന ആ ജിറാഫിന് ഫീഡ് ചെയ്യുക. അവിടെ ഒത്തിരി ഉണ്ട്. ഇവിടെ ഒത്തിരി നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സിയയ്ക്ക് കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അവൾ എൻ്റെ കൈ ചാടി കയറിയിട്ട് അത് കൊടുക്കാൻ വന്നു. പക്ഷേ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും പേടിച്ചു പോയി, കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നേരെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ എലിഫൻറ്റിൻ്റെ ഒരു ചെറിയൊരു ക്യാമ്പ് പോലെയുണ്ട്. ഇതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് ഈ ആനയുടെ കയ്യിൽ കയറി ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. ഇപ്പം കണ്ടില്ലേ, അതാണ് ആ ഫുഡിൻ്റെ സ്റ്റാളെന്ന് പറയുന്നത്. ആനയ്ക്കാണ് പുല്ലൊക്കെ ഉള്ളത്. ഇത് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ടൈഗർ, പല ടൈപ്പ്, അതായത് വൈറ്റ് ടൈഗർ ഉണ്ട്, നമ്മളുടെ ഓറഞ്ച് കളറിൽ ആ ടൈഗർ ഉണ്ട്, അങ്ങനെ പിന്നെ അതുപോലെ മറ്റേ ഇതിപ്പം വരയമ്പുലിയല്ലേ, അതുപോലെ പുള്ളിപ്പുലി, അങ്ങനെ പല ടൈപ്പും നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഇതിനെയൊന്നും പുറത്ത് വിട്ടിട്ടില്ല, കുറേ എണ്ണത്തിന് ഉള്ളിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ടൈഗറിന് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അവിടെ ഒരു പാസ് ഉണ്ട്, അതെടുത്തു കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ അകത്ത് നമുക്ക് കയറി അതിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം. പിന്നെ ഉണ്ടല്ലോ, ഇതിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആവുമെങ്കിലും ഇതിൻ്റെ അടുത്ത് ചെന്നിരുന്ന് ആ ട്രെയിനേഴ്സ് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, ഈ നമ്മൾ പൂച്ചേനെ ഇട്ട് കളിപ്പിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവരിതിനെ കളിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു കാഫേ പോലത്തെ ഒരു ചെറിയൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ പോയിരുന്നിട്ട് അതിൻ്റെ സൈഡിലത്തെ നമുക്ക് ക്രൊക്കഡൈൽസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് മീറ്റ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ അതിനിട്ട് ഭക്ഷണം കൊടുക്കേണ്ടത്, അത് കുറേ കളിപ്പിച്ച് അതിന് ശേഷം എല്ലാവരും അതങ്ങൾക്ക് ഫുഡ് കൊടുക്കുള്ളൂ. അങ്ങനെ ഇപ്പം അതങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടുന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ പോയി കഴിയുമ്പോഴത്തേക്കും ക്രൊക്കഡൈൽ ഷോ ഉണ്ട്. ആ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണ്ടത്തെ മലയാള സിനിമേൻ്റെ അകത്ത് വില്ലന്മാരൊക്കെ ക്രൊക്കഡൈലിനെ വെച്ച് കളിക്കുന്നു പറഞ്ഞ പോലെ അയാൾ അതിനെ വെച്ച് കാണിക്കാത്ത കളികളില്ല. പക്ഷേ ഇതുങ്ങൾ ഉപദ്രവിക്കൂല കേട്ടോ. അതുപോലെ ചെറുപ്പം മുതലേ ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുത്തത് കൊണ്ടായിരിക്കാം അയാൾ അതിൻ്റെ ഉള്ളിൽ തലയിടുവോ കൈയിടുവോ അങ്ങനെ എന്തൊക്കെയോ കുറേയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് എന്തോ പോലെയാവും. അതുകൊണ്ട് ഞാൻ ആ ഫുള്ള് വീഡിയോ ഇതിനകത്ത് ഇട്ടിട്ടില്ല, കുറച്ച് ചെറിയ സീനുകൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. Korea, China, Russia, Iran, Iran. ഈ ഷോ അവിടെ ഒരു 10-15 മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഷോ കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ മൃഗങ്ങൾ ഇതുപോലെ കൂട്ടിലിട്ടിട്ട് സൂ പോലെ ആ ഒരു സെറ്റപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വന്ന് അവിടെ ഒരു പ്ലേസ് ഉണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് എലിഫൻറ്റ് സഫാരിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അത് ഇവിടുന്ന് ഇവരെ തന്നെ മിനി വാനിൽ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ വണ്ടി പോകണമെന്നില്ല.
ഇതിപ്പം നെക്സ്റ്റ് പ്ലേസ് എത്തി. ഇവിടെയാണ് എലിഫൻറ്റ് സഫാരി ഉള്ളത്. ഇവിടെ എലിഫൻറ്റ് സഫാരി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുന്ന പാടെ ഇതുപോലെ ഒരു വലിയൊരു ഹൈറ്റിൽ ഒരു സംഭവം കെട്ടിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കയറി അവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ആനയുടെ പുറത്തേക്ക് കയറാം. അങ്ങനെയാണ്. ഇതിപ്പം 2 പേര് അങ്ങനെ വെച്ചിട്ട് അവർ കയറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് എലിഫൻറ്റിനുള്ള ഫുഡ് ഇവിടെയും നമുക്ക് കൊടുക്കാം. അവർ പഴവും അതും ഇതൊക്കെ ആയിട്ട് അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. നമുക്കത് പാക്കറ്റിൽ വാങ്ങിയെടുക്കാൻ പറ്റും. ഈ പോകുന്നത് തന്നെ അവർ 2 ടൈപ്പ് നമ്മളോട് പറയും. ഒന്നുകിൽ ഒത്തിരി സ്ഥലം കറങ്ങി ഇങ്ങനെ വരാം, അല്ലെന്നാണെങ്കിൽ പെട്ടെന്ന് ഒരു ഷോർട്ട് കട്ടിൽ പോകാം എന്നൊക്കെ. അതായത് ഷോർട്ട് കട്ട് തന്നെ 15-20 മിനിറ്റ് ഉണ്ട്, മറ്റേത് 1 മണിക്കൂർ അല്ല 20 മിനിറ്റ് അല്ല, അരമണിക്കൂറുണ്ട്, മറ്റേത് 1 മണിക്കൂറുണ്ട്. അങ്ങനെ. പക്ഷെ നമ്മൾ അരമണിക്കൂറിൻ്റെ പ്രിഫർ ചെയ്തേ. എന്നിട്ടും നമ്മൾ പകുതി സ്ഥലത്തോടെ പോയപ്പോഴത്തേക്കും പോകണ്ടെന്ന് പറഞ്ഞു. കാരണം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നടുവേദനയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കിതൊരു ശീലമില്ലാത്ത പരിപാടിയല്ലേ. അപ്പം അത്ര പ്രോപ്പറായിട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നടുവേദനയൊക്കെ എടുക്കും. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഇനിയും ഡെപ്തിലേക്ക് കുറേ ഈ കുഴിയും ഇറക്കവും കയറ്റും അങ്ങനത്തെ ഒരു സ്ഥലത്തൂടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അതിലൂടെ പോകണ്ട, തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു 10-15 മിനിറ്റിൽ നമ്മൾ റിട്ടേൺ തിരിച്ചു വന്നു. അങ്ങനെ ഇതൊക്കെയാണ് അതിൻ്റെ മുകളിൽ എലിഫൻറ്റ് സഫാരിയിൽ നമ്മൾ പോയപ്പം ഉണ്ടായിരുന്നു. അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ട് ഏതാണ്ട് നമ്മുടെ ഇവിടുത്തെ ഒക്കെ പ്ലേസ് പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നല്ല ചൂടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോയിട്ട് നമ്മൾ ഈ മങ്കീൻ്റെ കൂട്ടത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഇതുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എന്നാണെന്നറിയാമോ? ഇതാണ് ലൈഗർ, അതായത് ലയണിൻ്റെയും ടൈഗറിൻ്റെയും കൂടെ സങ്കര വിഭാഗം. ഇത് അവിടെ ഒരു ഡിസ്പ്ലേ ആയിട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സീ സൈഡിൽ തന്നെ അവിടുത്തെ ഫേമസ് ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ വന്ന് ഡിന്നറും കഴിച്ച് അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം റൂമിലേക്ക് പോവുക ചെയ്തത്.